എന്തായാലും ഈ പാതയുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വിവരങ്ങളാണ് ഹിമ പങ്കുവച്ചത്. 3 മണിക്കൂർ എന്ന് പറയുന്ന ചുരുങ്ങിയ സമയം കൊണ്ട് പൂജപ്പുരയിൽ നിന്നും കണ്ണൂർ ജില്ലയിലെ മുണ്ടയാട് എത്താനാകുമെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. അതിവേഗ റെയിൽ പാതയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശനുമായി നടത്തിയ ചർച്ച അനുകൂലമായെന്നും ഇതോടെ പൂർണ്ണ പ്രതീക്ഷയിലാണ് താനെന്നും ഇ ശ്രീധരൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. എന്നാൽ പദ്ധതിക്ക് എതിർപ്പുമായി കേരയിൽ വിരുദ്ധ സമരസമിതി ഇപ്പോൾ തന്നെ രംഗത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. സിൽവർ ലൈനിൽ കണ്ടതുപോലെയുള്ള സമരം വീണ്ടും കാണേണ്ടി വരുമെന്നുള്ളതാണ് സമരസമിതി കൺവീനർ എസ് രാജീവൻ പറയുന്നത്. നമുക്കൊരു അതിവേഗ റെയിൽ പ്രതീക്ഷിക്കാം. ഇനി എങ്ങനെയാണ്? തീർച്ചയായിട്ടും 15 days ടൈമാണെന്ന് പറഞ്ഞു ക്യാബിനറ്റ് അപ്രൂവൽ എടുക്കാം. ഞങ്ങൾ കേരളയിൽ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടതോടൊപ്പം തന്നെ ഞങ്ങൾ പറഞ്ഞൊരു സംഗതിയുണ്ട്. കേരളത്തിലെ യാത്രാ പ്രശ്നം പരിഹരിക്കുവാൻ നിലവിലുള്ള റെയിൽവേ 3ഉം 4ഉം പാത അത് അതിവേഗ പാതയായി പണിയണം. വയബിളല്ല എങ്കിൽ എന്ന് പറഞ്ഞാൽ അത് പാരിസ്ഥിതികമായോ സാമ്പത്തികമായോ സാമൂഹികമായോ പ്രത്യാഘാതമുണ്ടാക്കുന്നതാണെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള സ്റ്റാൻഡേർഡ് ഗേജ് സ്റ്റാൻഡ് അലോൺ ആണെങ്കിൽ ഞങ്ങൾ അതിനെതിരെ നിലപാടെടുക്കേണ്ടി വരും.